ശരി, ശ്രീ എം.എസ്. വേണുഗോപാലിന്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ അമിത ആത്മവിശ്വാസം ആപത്താണെന്ന് പറയുമ്പോൾ ഈ സീറ്റ് മോഹികൾ ഇറങ്ങുന്ന ഒരു സമയമായി മാറും എന്നുള്ള ഒരു വിമർശനമുണ്ട്. പക്ഷേ ഇന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും തർക്കമില്ല എന്ന് വി.ഡി. സതീശൻ അടിവരയിട്ട് പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതായത് ഇത്തവണ തോറ്റാൽ ബുദ്ധിമുട്ടാണ്, ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളൊരു സന്ദേശം വയനാട്ടിൽ നിന്ന് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഴയതുപോലെ 2011 AI ഗ്രൂപ്പുകൾ പരസ്പരം ചേരിതിരിഞ്ഞ് വെട്ടി കളിക്കുകയായിരുന്നുവല്ലോ. അങ്ങനെയാണല്ലോ വെറും 2 സീറ്റിൻ്റെ മാത്രം വ്യത്യാസം വന്നത്, 72-68 ശ്രീ ഗോകുമാർ സാർ പറഞ്ഞതുപോലെ. പക്ഷെ അങ്ങനെ ഒരു വെട്ടൽ അത് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണോ അല്ലയോ? കാരണം കോൺഗ്രസ് ആണ്. അല്ല, ഇലക്ഷന് മുമ്പായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ വി.ഡി. സതീശൻ നിൽക്കുന്നത് ഒരു ഇമേജോട് കൂടിയാണ്. ആ ഇമേജിനെ വെട്ടാൻ ഇപ്പോൾ ആരും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇലക്ഷൻ വരെ വി.ഡി. സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഇതൊന്നും അല്ല പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് വളരെ ഗോകുമാർ സാർ പറഞ്ഞ പോലെ ഇത് വളരെ പ്രിമച്യൂറായ ഒരു സ്റ്റേജാണ്. ഇപ്പോൾ നമുക്ക് കണക്ക് കൂട്ടി പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. ഇപ്പോൾ UDF തന്നെ ഈ കണക്ക് വെച്ചിരിക്കുന്നത് എന്താണ്? അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കിട്ടിയ മേൽക്കൈയുടെ പുറത്താണ് ഈ കണക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ കണക്ക് വെച്ച് ഞാൻ LDFൻ്റെ ഒരു സാധ്യതയും കൂടെ ഞാനൊന്ന് പറയുകയാണ്. അതായത് UDFന് 80 സീറ്റുണ്ട്, LDFന് 60 സീറ്റുണ്ട് ഇപ്പോഴത്തെ ഭൂരിപക്ഷം വെച്ചിട്ട്. അപ്പോൾ ഈ UDFന് 80 സീറ്റ് കിട്ടിയിരിക്കുന്നതിലെ 10ഓളം സീറ്റുകളിൽ LDFനുള്ള കുറവ് എന്ന് പറയുന്നത് വെറും 1000-ൽ താഴെ വോട്ടുകളാണ്. ഉദാഹരണമായിട്ട് ഇരവിപുരം 636 വോട്ട്, അരൂർ 525 വോട്ട്, കോന്നി 226, ഇടുക്കിയിലെ ഉടുമ്പൻചോല 196, അരൂർ 526, ചങ്ങനാശ്ശേരി 1190, പൊന്നാനി 1243, ബാലുശ്ശേരി 1227, ഉദുമ 1110. അപ്പോൾ ഈ 10 സീറ്റുകളിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ അതുപോലും വേണ്ട LDFനെ സംബന്ധിച്ചിടത്തോളം 100 വോട്ടൊക്കെ മാറ്റുന്നതിനൊന്നും LDFനൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. മാത്രമല്ല നിലവിലുള്ള MLA-മാർ എല്ലായിടത്തും തന്നെ ജനകീയരുമാണ്. അവർക്ക് നല്ല വോട്ടുണ്ടെന്നേ. 60 സീറ്റിൽ ഒരു 4-5 സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. അപ്പം LDF കണക്ക് കൂട്ടുന്നത് ഈ 60 ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ ഈ 80-ൽ ഈ 10 സീറ്റുകൾ ഇപ്പുറത്തോട്ട് വന്നാൽ 70 ആയില്ലേ? അപ്പോൾ കളി പിന്നെ ഈക്വലായിട്ട് നിന്നുകൊണ്ടായി. അപ്പോൾ അവിടെ തിരികെ LDFന് മേൽക്കൈയുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുള്ള സീറ്റുകളിൽ കുറച്ചിടത്തൊക്കെ നിസ്സാരമായ വോട്ടുകളുടെ മേൽക്കൈയാണ്. അത് ചിലയിടത്തേ ഉള്ളൂ, അത് വളരെ കുറവാണ്. മറ്റ് സ്ഥലത്തും ഇതുപോലെ തന്നെ UDFന് കിട്ടിയ പോലെ തന്നെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ UDFന് കിട്ടുകയും ഭൂരിപക്ഷ കേന്ദ്രീകൃതമായ ജില്ലകളിൽ LDFന് കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ BJP എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് പ്രധാനമാണ്. BJP എത്രത്തോളം മികച്ച സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുക എന്നുള്ളത്, വോട്ടല്ല സീറ്റ് ഒരു വലിയ ഘടകമാണ്. BJP ഇത്തവണ 2-3 സീറ്റിലേ നിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ കൂടുതൽ സീറ്റ് പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഈ 80-60 എന്നുള്ളത് 70-70ലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതിനടുപ്പിച്ചേക്ക് വരുമ്പോൾ 4-5 സീറ്റുകൾ മാത്രമാണ് താമര കൂടുതലെങ്കിൽ പിടിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ ഒരു ത്രിശങ്കുവോ അല്ലെങ്കിൽ ഒരു ഡിസസീവ് ഫാക്ടറായിട്ട് വരുന്നതോ ആയ ഘടകങ്ങൾ വരെ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് ലക്ഷ്യയിൽ UDF പറഞ്ഞ കാര്യങ്ങൾ ഈ കണക്ക് വെച്ചിട്ടാണ്. ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ LDFൻ്റെ സാധ്യതകളും വരാൻ പോകുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില നീക്കങ്ങളും പറയുന്നത്. ഇപ്പോൾ അരുൺകുമാർ ഉദാഹരണമായിട്ട്, അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറിനെ പോലുള്ള ഒരു 10ഓളം സ്ഥാനാർത്ഥികളെ LDF നിർത്താൻ 10-15 സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ 16-ൽ 16 കിട്ടുമെന്ന് ലീഗ് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ പല മുസ്ലിം സ്ഥാനാർത്ഥികളും വരാനിരിക്കുകയാണ്. LDF അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പലരും കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തവനൂർ അവിടെ ഒരു സ്ഥലങ്ങളല്ല, പല സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള അട്ടിമറിക്ക് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു 3-4 സ്ഥലങ്ങളിലെങ്കിലും ഈ 16-ൽ LDF വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുത്താവുന്നതാണ്. ഉദാഹരണമായിട്ട് പൊന്നാനി എടുത്തു കഴിഞ്ഞാൽ 1243 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഉദുമ 1110, അത് മലപ്പുറമല്ല കാസർഗോഡാണ്, 1210 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ 1227 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ മികച്ച സ്ഥാനാർത്ഥികൾ അവരുടെ സ്ഥാനാർത്ഥികൾ വന്നാലോ അല്ലെങ്കിൽ പ്രാദേശികമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നീക്കുപോക്കുകളൊക്കെ വന്നാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോഴത്തെ കേരളത്തിൽ BJPക്ക് വോട്ടും സീറ്റും കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, 26 സ്ഥലങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 10,000-ന് മേലാണ് വോട്ട്. 52 സീറ്റുകളിൽ അവർക്ക്
30,000-നും 50,000-നും ഇടയ്ക്ക് വോട്ടുണ്ട്. അപ്പോൾ 115 സ്ഥലങ്ങളിലെങ്കിലും കുറഞ്ഞത് അവർക്ക് 10,000 വോട്ടിൽ കൂടുതലുണ്ട്. അപ്പോൾ 10,000 വോട്ടിന് താഴെ പോയിരിക്കുന്ന സ്ഥലങ്ങൾ 16 എണ്ണവും മലപ്പുറത്താണ്. 40,000-ൽ 35,000-ൽ കൂടുതൽ വോട്ടുകളുള്ള സ്ഥലം അവരുടെ ഡിസിസീവ് ഫാക്ടർ ബാക്കി വരുന്ന 50-60 സീറ്റുകൾ ശരി. അവർക്ക് പല വിധത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശരി, അതാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം ബി ജെ പി എന്നുള്ളത് ഒരു